പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് നാഥനും കർത്താവുമായ യേശു രാജാവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യെശയ്യായുടെ പുസ്തകം 40 അധ്യായം 29 തിരുലിഖിതം. തളർന്നവന് അവിടുന്ന് ശക്തി പകരുന്നു, ദുർബലന് അവിടുന്ന് ബലം പകരുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷകളിൽ വിശ്വാസത്തോടെ പങ്കുചേരുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ആയിരക്കണക്കിന് ദൈവമക്കളുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇത് ഒരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഷാലോം ടിവിയിലെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ പേര് ത്രേസ്യാമ്മ, സ്ഥലം കുറവലങ്ങാട്. ഞങ്ങളുടെ വീട്ടിൽ കപ്പ, ചേമ്പ് തുടങ്ങിയവ നട്ടിരുന്നു. കപ്പയിൽ ചെറിയ കിഴങ്ങുണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ എലിശല്യം ഉണ്ടാകും. ഒരു ദിവസം തന്നെ 3-4 ചുവട് കപ്പ എലി തിന്നു മറിക്കും. എലിക്കെണികളും അടിച്ചിലും മറ്റ് രക്ഷാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയെങ്കിലും ഒറ്റ എലി പോലും ആ കെണിയിൽ വീണില്ല. ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എലിശല്യം നീങ്ങിപ്പോയതായി ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി. ഞങ്ങളും ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് എലികളെയും കീടങ്ങളെയും അട്ടിപ്പായിക്കണമേ. പിറ്റേ ദിവസം മുതൽ ഒറ്റ കപ്പക്കിഴങ്ങ് പോലും എലി തിന്നില്ല. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് എലികളും മറ്റ് ക്ഷുദ്രകീടങ്ങളും ശല്യങ്ങളും വിട്ടൊഴിഞ്ഞു പോയി. പിന്നെ ഇന്ന് വരെ എലി ശല്യം ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായിട്ടില്ല. നാട്ടിൽ തൊട്ടടുത്ത് മറ്റ് വീടുകളിലൊന്നും കപ്പയോ ചേമ്പോ കൃഷികളോ ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഞങ്ങളുടെ പറമ്പിലാണ് എല്ലാ എലികളും വന്ന് കൂട്ടം കൂടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒറ്റ എലിയുടെ ശല്യം പോലും ഞങ്ങളുടെ പറമ്പിൽ ഇല്ല. ഇത്ര വലിയൊരു അനുഗ്രഹം തന്ന കർത്താവിന് കോടാനുകൂടി നന്ദി പറയുന്നു. ത്രേസ്യാമ്മ ജോസഫ്, കുറവലങ്ങാട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവം സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിച്ചു. ഇവരും പ്രാർത്ഥിച്ചു. കുടുംബങ്ങളിൽ നിന്ന് തിന്മകൾ വിട്ടൊഴിഞ്ഞു പോയി. ഈ നിമിഷങ്ങളിൽ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് വിശ്വാസത്തോടെ യേശു കർത്താവിനെ ആരാധിക്കട്ടെ. ഓ ദൈവമേ, അവിടുത്തെ ഉന്നത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യെശയ്യാ 40:15 അവിടുന്ന് പഠിപ്പിച്ചു, ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ ഒരു പൊടി പോലെയും ആകുന്നല്ലോ. ഓ ദൈവമേ, മഹത്വത്തിന്റെ രാജാവേ, അത്ഭുത ശക്തി ഈ ജനതകളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിതർ ക്ഷീണങ്ങൾ വിട്ട് എഴുന്നേൽക്കട്ടെ. രോഗികൾ രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. തളർന്നവർ തളർച്ച വിട്ട് എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കാൻ തടസ്സമുണ്ടാക്കുന്ന, വിശ്വസിക്കാൻ തടസ്സമുണ്ടാക്കുന്ന, പ്രാർത്ഥിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുരാത്മ വ്യൂഹങ്ങളോടും നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ 40 അധ്യായത്തിൽ 29 തിരുലിഖിതം, തളർന്നവന് അവിടുന്ന് ശക്തി പകരുന്നു, ദുർബലന് അവിടുന്ന് ബലം പകരുകയും ചെയ്യുന്നു. ദൈവം ശക്തി പകരുന്ന ദൈവമാണ്. ദൈവം ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പൈതൽ എപ്പോഴും ശക്തിമാനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1 അധ്യായത്തിൽ 11 തിരുലിഖിതത്തിൽ അവിടുന്ന് പറയുന്നു, ജോഷുവയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ദൈവം പറയുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കണം. എല്ലാ ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്, നീ ശക്തനായിരിക്കണം. എന്നാൽ ദൈവമാർഗത്തിൽ നടക്കുന്ന അനേകം ദൈവമക്കള് ചടങ്ങ് പ്രാർത്ഥനകൾ ചെയ്ത് സ്ഥിരമാർഗത്തിൽ നടന്ന് ചിലപ്പോൾ ആത്മീയ ശീതീകരണം സംഭവിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ
ഒരേപോലെയുള്ള ജീവിത രീതികൾക്ക് അടിമപ്പെട്ട് എന്നും രാവിലെ പ്രഭാത പ്രാർത്ഥന, എന്നും വൈകിട്ട് പ്രാർത്ഥന, എല്ലാം ഒരേപോലുള്ള പ്രാർത്ഥന, ഒരു ആത്മീയ മടുപ്പ്, ഒരു ആത്മീയ മന്ദത, ഒരു മരവിപ്പ് ഗ്രസിച്ച് വിമ്മിഷ്ടപ്പെടുന്ന ദൈവമക്കളെ കാണാനിട വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതമെന്ത് എന്നാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപോത്ബലകമായി എടുക്കുന്ന ദൈവവചനം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഏലിയ പ്രവാചകനെയാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഏലിയ ആഹാബുമായി വലിയ സംഘർഷത്തിലാണ്. ദൈവത്തിന്റെ വഴിക്ക് വിപരീതമായി നടക്കുന്ന ആഹാബിനോട് ദൈവമാർഗത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ ഏലിയ എപ്പോഴും എതിർക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയ പറഞ്ഞു, ഇനി കർത്താവായ ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ആഹാബിന്റെ കോപവും ക്രൗര്യവും വർദ്ധിച്ച് ഏലിയായെ കണ്ട അപ്പവധിക്കാൻ തക്കവണ്ണം അവൻ ക്ഷുഭിതനായിരിക്കുകയാണ്. ഏലിയായ ദൈവം ആഹാബിന്റെ കണ്ണുകളിൽ നിന്ന് മറച്ച് കരീത്ത് താഴ്വരയിൽ, കരീത്ത് അരുവിയുടെ കരയിൽ അവരെ അവിടെ സൂക്ഷിച്ച്, അവിടെ നിന്ന് ആ അരുവിലെ വെള്ളം പറ്റിയപ്പോൾ സെറപ്തായിലുള്ള ഒരു വിധവയോട് കൽപ്പിച്ചു, എന്റെ പ്രവാചകനെ പരിപാലിക്കണമെന്ന്. അങ്ങനെ ഏലിയായെ ദൈവം സെറഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഏലിയ സെറഫാത്തിലെത്തി. അപ്പോൾ മരുഭൂമിയിൽ ചുള്ളൽ പെറുക്കുന്ന ഒരു വിധവയെയും കുട്ടിയെയുമാണ് ഏലിയ കണ്ടത്. അവരുടെ പ്രത്യേകത മെലിഞ്ഞ് 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 മരിക്കാറായ 2 മനുഷ്യക്കോലങ്ങള്. ഏലിയ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം തരിക. ആ വിധവ വെള്ളമെടുക്കാൻ പോയപ്പോൾ ഏലിയ പറഞ്ഞു, ഒരു അപ്പവും ഉണ്ടാക്കിക്കൊണ്ടുവരിക. എന്നാൽ ആ വിധവ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ പാത്രത്തിൽ മാവില്ല, ഒരു പിടി മാവ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് അപ്പമുണ്ടാക്കി ഇന്ന് കഴിച്ചിട്ട് ഞാനും എന്റെ മകനും മരിക്കും. അതിനുവേണ്ടിയാണ് ഈ ചുള്ളൽ പെറുക്കുന്നത്, ഈ വിറക് പെറുക്കുന്നത്. ഏലിയ പറഞ്ഞു, നീ ആദ്യം പോയി ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരിക, പിന്നെ നിനക്കും നിന്റെ മകനും അപ്പം ഉണ്ടാക്കിക്കൊള്ളുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ ഇനി നിന്റെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, നിന്റെ കലത്തിലെ എണ്ണ വറ്റുകയുമില്ല. ആ വിധവ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. ആ വിധവയുടെ ഭവനത്തിൽ സമൃദ്ധി ഉണ്ടായി. ആ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ആ ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. വലിയ സമൃദ്ധിയിൽ ക്ഷാമകാലത്ത് ദൈവം ഏലിയ ആ വിധവയെയും കുടുംബത്തെയും പരിപാലിച്ചു, സമൃദ്ധിയുടെ കുടുംബമാക്കി. അങ്ങനെ ആ ഭവനത്തിലാണ് ഏലിയ താമസിക്കുന്നത്. വിധവയ്ക്ക് ഏലിയയെ കുറിച്ച് വലിയ മതിപ്പാണ്. ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ ആള്. വിധവ ഏലിയായ്ക്ക് സമയാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി. ഏലിയായെ ദൈവത്തെ പോലെ പരിചരിച്ച് ആ ഭവനത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഏലിയ ഭവനത്തിന്റെ മുകളിലത്തെ മുറിയിലാണ് താമസിക്കുന്നത്. ഏലിയ അവിടെ ദിനരാത്രങ്ങൾ ചെലവഴിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിയും തോറും ഏലിയായ്ക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല. ദൈവത്തിന്റെ വലിയ ശക്തിയുള്ള പ്രവാചകനാണ്, ദൈവത്തിന്റെ വലിയ പ്രവാചകനാണ്, പക്ഷെ പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല. ഏലിയ അവിടെ ആ മുകളിലത്തെ മുറിയിലിരിക്കും. ആ ജനലും വാതിലൊക്കെ തുറന്നിടും, പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടിരിക്കും, പതിവ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ആത്മീയ ആലസ്യത്തിലേക്ക് വീണു. അവന്റെ ആത്മീയ മരവിപ്പ് അവനെ ഗ്രസിച്ചു തുടങ്ങി. അവൻ ആത്മീയമായ ഒരു ശീതീകരണത്തിലേക്ക് പോയി. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ആത്മീയ അലസത, ആത്മീയ ആലസ്യം ഇതാ ഏലിയായെ പിടികൂടിയിരിക്കുകയാണ്. ഇത് ദൈവം കണ്ടു. അവന്റെ ചടങ്ങ് പ്രാർത്ഥന, അവന്റെ പതിവ് പ്രാർത്ഥന, അവന്റെ പതിവ് രീതികൾ, പുതിയതായിട്ടൊന്നുമില്ല. അങ്ങനെ അവൻ നിന്ന് ആത്മീയ ആലസ്യത്തിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് ദൗത്യങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഇടപെട്ടു. ഇതാ വിധവയുടെ മകൻ രോഗിയായി. വിധവയുടെ മകന്റെ രോഗം ഓരോ ദിവസം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ദൈവപുരുഷൻ നിലയിൽ ഈ രോഗിയോട് അലിവ് തോന്നി എലീഷ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കർത്താവെ രക്ഷിക്കണേ, കർത്താവെ സുഖപ്പെടുത്തണേ, കർത്താവെ കരുണ തോന്നണേ. ഒരു സാധാരണ പ്രാർത്ഥന. ഇപ്പൊ പണ്ടത്തെ പോലെ എരിവില്ല, ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു ജ്വലനയില്ല, പണ്ടത്തെ പോലെ ശക്തി തോന്നുന്നില്ല. ഒരു സാധാരണ പ്രാർത്ഥന. അവൻ ആലസ്യത്തിൽ ആണ്ടുപോയി. അവൻ പതുക്കെ